നമ്മുടെ ഇടവകയിൽ ഒരു കുട്ടിക്ക് മയക്കുമരുന്ന് മാഫിയുമായിട്ട് ബന്ധമുണ്ടെന്ന്. അതും ഒരു പെൺകുട്ടിക്ക്. ഞാൻ പറഞ്ഞില്ല ഞെട്ടുമെന്ന്. ഞെട്ടിയതല്ല പേരെ ഒരു എക്കിലെടുക്കുക. നമ്മുടെ ഇടവകയിലെ ഒരു കുട്ടിക്കല്ല, ഒരുപാട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ശീലമുണ്ട്. ഇതൊക്കെ അച്ഛനെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം, പക്ഷേ കുറെ കുട്ടികളൊക്കെ അതിന്റെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കി പിന്മാറിയിട്ടുണ്ട്. എല്ലാം തലതെറിച്ച പിള്ളേരാ, ന്യൂ ജനറേഷൻ. ജനറേഷനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പേരെ. പാതി കുറ്റം അവരുടെ മാതാപിതാക്കളുടെയാണ്. അച്ഛൻ എന്താ പറയുന്നത്? ഒരു പ്രായം കഴിഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും ഈ പിള്ളേരെ പറയാൻ നടക്കാൻ പറ്റുമോ? പറ്റും. സ്വന്തം അപ്പനും അമ്മയും ഈ മക്കളുടെ മനസ്സിലുണ്ടെങ്കിൽ അവർ പോകുന്നിടത്തൊക്കെ അവരും കാണും. അതിനവരെ സ്നേഹിക്കണം, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം, അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കണം. അപ്പൊ ഈ മാതാപിതാക്കൾക്കൊന്നും മക്കളോട് സ്നേഹമില്ലെന്ന് അച്ഛൻ പറഞ്ഞു വരുന്നേ? ഇല്ലെന്ന് ആര് പറഞ്ഞു? സ്നേഹം ഉള്ളതുകൊണ്ടാണല്ലോ മക്കൾ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്. തങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് അല്ലെങ്കിൽ തങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഒന്നും മക്കൾ അറിയാതിരിക്കാൻ അവർ ചോദിക്കുന്നതെല്ലാം എന്ത് വില കൊടുത്തും വാങ്ങിക്കൊടുക്കുന്നവരാ ഇവിടുത്തെ മാതാപിതാക്കൾ. അതൊന്നും സ്നേഹമില്ലാതിരിക്ക. അത് സ്നേഹം കൊണ്ട് മാത്രമല്ല, ഈ പിള്ളേർ ആഗ്രഹിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അവര് നമ്മിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ള ഭയം കൊണ്ട് കൂടിയാ. മറ്റൊരു തരത്തിൽ പറഞ്ഞ സ്വന്തം മക്കളുടെ മനസ്സ് വില കൊടുത്തു വാങ്ങുന്നത് പോലെ. അച്ഛൻ പറയുന്നത് നമ്മുടെ പിള്ളേർ ചോദിക്കുമ്പോന്നും വാങ്ങിച്ചു കൊടുക്കരുതെന്നാണോ? എന്നല്ല, അവര് ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാമെന്ന് ചിന്തിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. തങ്ങൾക്ക് കുടുംബത്തിൽ യാതൊരു വിലയുമില്ല എന്ന് ചിന്തിക്കുന്ന കുട്ടികളും. എന്തിന്? പരസ്പരം സംസാരിക്കാത്ത കുടുംബങ്ങൾ. ഇവിടെ കുട്ടികൾ മനസ്സ് തുറക്കാൻ പുതിയ കൂട്ടുകെട്ടുകൾ തേടി പോകുന്നു. അതില് നല്ലവരുമുണ്ടാകും, കെട്ടവരുമുണ്ടാകും. തന്റെ പ്രശ്നങ്ങൾക്ക് യാതൊരു പ്രതിവിധിയും ലഭിക്കില്ല എന്ന് കരുതുന്ന കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അഭയം കണ്ടെത്തുന്നു. മദ്യവെച്ച് നാട്ടിലൂടെ നടന്നാൽ, വീട്ടിൽ കയറി ചെന്നാൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കുമെന്നുള്ളത് കൊണ്ട് കൂടുതൽ പേരും രുചിയും മണവുമില്ലാത്ത മാരകമായ മയക്കുമരുന്ന് തിരഞ്ഞെടുക്കുന്നു. മരണം വരെ സാധ്യമാകുന്ന മയക്കുമരുന്നിന്റെ നരകവാതിൽ അവിടെ തുറക്കുകയാണ്. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഈ പിള്ളേരെ കുറ്റം പറയുള്ളൂ. യുവന്മാർക്കിപ്പോ എല്ലാത്തിന്റെ കുറവാ. പഠിക്കാൻ സൗകര്യമില്ലോ, ഇന്റർനെറ്റോ ടോപ്പോ പ്രൊഡക്റ്റോ ഏതാണ്ടൊക്കെ. ഞങ്ങളുടെയൊക്കെ കാലത്തെ ഇതൊന്നും ഇല്ലാതെ വെച്ചോ. പക്ഷേ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ആരും ഇത്രയും മോശമായിട്ടില്ല. ശരിയാ പേരെ. പണ്ടത്തെ തലമുറയ്ക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ കുറവായിരുന്നു, പക്ഷേ അവർക്ക് നശിക്കാനുള്ള സൗകര്യങ്ങൾ കുറവായിരുന്നു. എന്നാ ഇന്നത്തെ പിള്ളേർക്ക് ഇത് രണ്ടിനുള്ള സൗകര്യം ഒരുപോലുണ്ട്. പിന്നെ ഈ പിള്ളേരിൽ അധികവും ഇവര് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാതെ ചെയ്യുന്നൊന്നുമല്ല. ഈ മയക്കുമരുന്നിന്റെ അടിമത്തത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ വീടെന്ന സ്വർഗത്തെ കുറിച്ച് അവൻ ഓർക്കാറില്ല. അവിടെ തന്നെയും കാത്തിരിക്കുന്നവരുടെ മുഖം അവന്റെ മനസ്സിൽ തെളിയാറില്ല. മയക്കുമരുന്ന് ഉപയോഗിച്ച് മദ്യപിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്തവരായി നാശത്തിന്റെ പടുകുഴിയിൽ പോകുന്നതിന് മുമ്പ് തന്റെ കുടുംബമാകുന്ന സ്വർഗത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ, ആ സ്വർഗവാതിൽ അവനായി തുറന്നു വെച്ചിട്ടൊന്ന് ചിന്തിച്ചാൽ, നാട്ടിലെ ഒരു മക്കളും
ഒരു മകനും മകളും നരക കവാടത്തിലേക്ക് നടന്നു കയറില്ല കപ്പേര്. ശരിയാച്ചാ, നമ്മുടെ കുടുംബം തന്നെയാണ് യഥാർത്ഥ സ്വർഗം. പക്ഷേ അത് നരകമാക്കുന്നതും നമ്മൾ തന്നെയാണ്.